മക്കളെ, ഇന്ന് നമുക്ക് ഗർ എന്ന കഹാനി നോക്കാം. പ്രഭാതാണ് ഗർ എന്ന കഹാനി എഴുതിയിരിക്കുന്നത്. ഇതിലെ പ്രധാന കഥാപാത്രമാണ് ഫർഹാദ്. നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം എക്സാമിലേക്ക് ഗർ എന്ന കഹാനി വരെയാണ് ഉണ്ടാവുന്നത്. നോക്കാം. കലി ജോ ഗിലിത്തി നഹീം ആജ് ഗിലി ഗിലി സീതി. ഇന്ന് കലി എന്ന് പറയുന്നത് ചിപ്കലിയാണ് കേട്ടോ. ചിപ്കലി എന്ന് പറഞ്ഞാൽ പല്ലി. ഇന്ന് പല്ലി വളരെ സന്തോഷത്തിലായിരുന്നു. വളരെയധികം സന്തോഷത്തിലാണ് ഇന്ന് ആര്? ചിപ്കലി. गिरगिट ने उसे सड़क पार कर आते देखा तो मुस्कुराया. गिरगिट उसे സടക്ക് പാർ കർ ആത്തേ ദേക്കാത്തോ. ഗിർഗിറ്റ് അവൻ റോഡ് ക്രോസ് ചെയ്ത് വരുന്നത് കണ്ടപ്പോൾ മുസ്കുരായ പുഞ്ചിരിച്ചു. പല്ലി റോഡ് ക്രോസ് ചെയ്ത് വരുന്നത് ആര് കാണുകയാണ്? ഓന്ത് കാണുകയാണ്. അപ്പോൾ ഓന്ത് പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ് ഹലോ എന്ന് പറയാണ്. ഹലോ ചിപ്കലിനെ കഹ. അപ്പൊ ചിപ്കലി തിരിച്ചു എന്ത് പറഞ്ഞു? ഹലോ എന്ന് പറഞ്ഞു. തും യഹാം. അപ്പോൾ ഗിർഗിറ്റ് ചോദിക്കുകയാണ്. ഗിർഗിറ്റ് ക ഗല ഫുൽക്കർ പിച്ക. ഗിർഗിറ്റ് ചോദിക്കുകയാണ് തും യഹാം, നീ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ ഗിർഗിറ്റിന്റെ ഓന്തിന്റെ തൊണ്ട വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്തു. ഫൂലുക്കർ എന്ന് പറഞ്ഞാൽ വികസിക്കുക, പിച്ക പറഞ്ഞാൽ ചുരുങ്ങുക. തും യഹാം സേ ക്യാ മത്ലബ് ഹേ തുമാര. നീ ഇവിടെ എന്ന് ചോദിച്ചത് നീ എന്തർത്ഥത്തിലാണ് ചോദിച്ചത്? ചിപ്കലി പറയാണ്. दीवार पर रहने वाली को सड़क पर देखकर इतना तो पूछा ही जा सकता है. गिरगिट ने रंग बदलते हुए कहा. ദീവാർ പർ രഹിനെ വാലിക്കോ, ചുമരിൽ താമസിക്കുന്നവളെ റോട്ടിൽ കണ്ടാൽ ഇത്രയുമല്ലേ ചോദിക്കുക എന്ന് ഗിർഗിറ്റ് നിറം മാറ്റിക്കൊണ്ട് പറഞ്ഞു. മേ ആജ് ഗർ ബദൽ രഹി ഹൂം. ചിപ്കലിനെ മുസ്കുരാത്തെ ഹുയെ കഹ. ഞാൻ എന്ന് വീട് മാറുകയാണ് എന്ന് ചിപ്കലി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. തും ശ്രീമാൻ ഫർഹാദ് കോ തോ സരൂർ ജാൻതേ ഹോഗേ. നീ ശ്രീമാൻ ഫർഹാദിനെ തീർച്ചയായും അറിയുമായിരിക്കും. നിനക്കറിയുമായിരിക്കും ശ്രീമാൻ ഫർഹാദിനെ. हाँ हाँ, पहले जब भी हम मिले हैं तुमने उनका जिक्र किया है. പഹലെ മുമ്പ്. ജബ് പറഞ്ഞ എപ്പോഴാണോ മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഹം മിലെ നമ്മൾ കണ്ടിട്ടുള്ളത്. തുമ്നെ നീ. ഉൻകാ ജിക്ർ കിയാ ഹെ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജിക്ർ പറഞ്ഞാൽ പരാമർശിക്കുക, പറയുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. നമ്മൾ മുമ്പ് കണ്ടപ്പോൾ നീ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാ ഹുവാ ഉനേം, അദ്ദേഹത്തിന് എന്തു പറ്റി? ഗിർഗിറ്റി ആവാസ് മേ കഹാ. ഗിർഗിറ്റിന്റെ ശബ്ദത്തിൽ പറയാണ് എന്താണ് അയാൾക്ക് പറ്റിയത് എന്ന് ചോദിക്കാൻ. ഹുവാ കുച്ച് നഹീം ബുദ്ധു, ഒന്നും പറ്റിയിട്ടില്ല ബുദ്ധു. വേ ജീസ് കിരായക്കെ കമരെ മേരെത്തേതെ. അദ്ദേഹം ജിസ് എന്ന് പറഞ്ഞാൽ യാതൊരു കിരായെ വാടക, കമരെ റൂം, രഹ്ന താമസിക്കുക. അദ്ദേഹം യാതൊരു വാടക വീട്ടിലാണോ താമസിച്ചിരുന്നത്. അബ് നഹി രഹ്തേ, ഇനി താമസിക്കുന്നില്ല. അദ്ദേഹം ഒരു വാടക റൂമിലാണല്ലോ താമസിച്ചിരുന്നത്. ഇനി അദ്ദേഹം അവിടെ താമസിക്കുന്നില്ല. ഉനോനെ അപ്പന നയാ ഗർ ബനാലിയാഹെ. അദ്ദേഹം സ്വന്തമായി നയാഗർ പുതിയ വീട് ബനാലിയാഹെ നിർമ്മിച്ചിട്ടുണ്ട്. അദ്ദേഹം സ്വന്തമായി എന്ത് ചെയ്തിട്ടുണ്ട്? പുതിയ വീട് നിർമ്മിച്ചിട്ടുണ്ട്. ചിപ്കലി പറയാണ്. തോ തുമേ ഇസ്സേ ക്യാ, എങ്കിൽ അതിന് നിനക്കെന്താണ്? അയാൾ പുതിയ വീട് നിർമ്മിച്ചതിന് നിനക്കെന്താണെന്ന് ചോദിക്കാണ്. ഗിർഗിറ്റിന്റെ ശബ്ദത്തിൽ പറയുന്നതിനെയാണ് ഗിർഗിറ്റിയായ എന്ന് പറഞ്ഞത്. മേരാ ജീന ദോ ബർ ഹോ ഗയാ ഹേ और तुम कह रहे हो तुम्हें इससे क्या. तुम कभी रहे होते उनके साथ उस किराए के कमरे में तो कुछ समझ पाते. നീ ഇപ്പൊ ചോദിച്ചല്ലോ അതിന് നിനക്ക് എന്താണ് എന്ന്. തും കബി രഹേ ഹോത്തെ ഉൻകെ സാത്ത് ഉസ് കിരായെ കെ കമരെ മേ തോ. നീ എപ്പോഴെങ്കിലും ഉൻകെ സാത്ത് രഹേ ഹോത്തോ, അദ്ദേഹത്തോടൊപ്പം താമസിച്ചിരുന്നു എങ്കിൽ. എവിടെ താമസിച്ചിരുന്നു എങ്കിൽ? ഉസ് കിരായക്കെ കമരേമേ, ആ വാടക റൂമിൽ നീ അദ്ദേഹത്തോടൊപ്പം എപ്പോഴെങ്കിലും താമസിച്ചിരുന്നു എങ്കിൽ. കുച്ച് സമച്ച് പാത്തേ, നിനക്ക് മനസ്സിലാകുമായിരുന്നു എന്താണ് എൻ്റെ സന്തോഷത്തിന്റെ കാരണം എന്ന് നിനക്ക് മനസ്സിലാകുമായിരുന്നു. നീയും അദ്ദേഹത്തിനോടൊപ്പം താമസിച്ചിരുന്നെങ്കിൽ നിനക്ക് മനസ്സിലാകുമായിരുന്നു എന്ന് പറയാണ്.
കിത്തനെ സലീക്കേസെ രഹത്തെ ദേ എത്രമാത്രം അന്തസ്സോടെയാണ്, സലീക്ക എന്ന് പറഞ്ഞാൽ അന്തസ്, എത്രമാത്രം അന്തസ്സോടെയാണ് ഞങ്ങൾ അവിടെ താമസിച്ചിരുന്നത്. ഉൻകെ പാസ് കിതാബോं की बड़ी बड़ी अलमारियां थी. ഉൻകെ പാസ് അദ്ദേഹത്തിന്, കിതാബോं की അദ്ദേഹത്തിൻ്റെ അടുത്ത് പുസ്തകങ്ങളുടെ, ബഡി ബഡി വലിയ വലിയ, അലമാരിയാം തി വലിയ വലിയ അലമാരികൾ ഉണ്ടായിരുന്നു. വേ കിതാബോക്കെ ആകെ രഹത്തെ, അദ്ദേഹം കിതാബോക്കെ ആകെ പുസ്തകങ്ങൾക്ക് മുന്നിൽ താമസിച്ചിരുന്നു. മേൻ കിതാബോക്കെ പീച്ചെ ഞാൻ പുസ്തകങ്ങൾക്ക് പിന്നിലും. മേൻ കിത്തനി ഹി ബാർ ഉൻസെ കപ്പടോക്കി ഗലി മേ മിലി എന്നെ എത്ര തവണ അദ്ദേഹം, ഉൻസെ അദ്ദേഹത്തിൻ്റെ, കപ്പടോക്കി ഗലിമേ വസ്ത്രങ്ങളുടെ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ബർത്തനോക്കി ഗലിമേ പാത്രങ്ങളുടെ അടുത്ത് കണ്ടിട്ടുണ്ട്. ദരാസ് മാർക്കറ്റ് വലിയ മാർക്കറ്റുകളിൽ കണ്ടിട്ടുണ്ട്. ഡസ്റ്റ്ബിനിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ജാഡൂക്കെ നീച്ചെ മിലി ചൂലിന് താഴെ വെച്ച് കണ്ടിട്ടുണ്ട്. ഹമേഷ മുസ്കുരായി എപ്പോഴും പുഞ്ചിരിക്കും. എവിടെ വെച്ച് കണ്ടാലും അദ്ദേഹം എന്താ ചെയ്യുക? പുഞ്ചിരിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. മേരാ തജുർബ കൗത്താ ഹെ കി തജുർബ അനുഭവം, എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ, ചിപ്പകലിയോ കെ പീച്ചെ പല്ലികളുടെ പിന്നാലെ, ജാഡു ലേക്കർ ചൂലും കൊണ്ട്, പടേ രഹനെ വാലോമേം ഓടുന്നവരുടെ കൂട്ടത്തിൽ, വോ നഹി ഹെ അദ്ദേഹം ഇല്ല, ഹോത്തെ ഹെ കുച്ച് ലോഗ് അങ്ങനെയുമുണ്ട് കുറച്ചാളുകൾ. ഗിർഗിറ്റിനെ ഉബാസിയിലെത്തെ ഹുയ കഹ ഗിർഗിറ്റ് കോട്ടുവായിട്ടുകൊണ്ട് പറഞ്ഞു. ഉബാസി പറഞ്ഞാൽ കോട്ടുവായിട്ടുകൊണ്ട് ഗിർഗിറ്റ് പറഞ്ഞു അങ്ങനെയുണ്ട് കുറച്ച് ആളുകൾ എന്ന് പറയുകയാണ്. ഉൻസെ പഹലെ മേ ശ്രീമതി ശാന്തിദാസ് കെ സാത്ത് കുച്ച് ദിൻ രഹി തി അതിനു മുമ്പ് ഞാൻ കുറച്ച് ദിവസം ശ്രീമതി ശാന്തിദാസിൻ്റെ കൂടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. പൂരി അശാന്തിദാസ് ദീവേ അവര് പൂർണ്ണമായിട്ടും അശാന്തിദാസാണ്. മുജേ ദേഖ്തേ ഹി ചില്ലാത്തി ദി ഉയ് ഗിക്കി ബന്ദ് ജാത്തി ദി ഉൻകി എന്നെ കണ്ട ഉടനെ തന്നെ അവര് കൂവി വിളിക്കുമായിരുന്നു. ചില്ലാന പറഞ്ഞാൽ ആർത്ത് വിളിക്കുക, കൂവി വിളിക്കുക, ശബ്ദമുണ്ടാക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. എന്നെ കണ്ട ഉടനെ എന്ത് ചെയ്യുമായിരുന്നു? അവര് കൂവി വിളിക്കുമായിരുന്നു. ഗിക്കി ബന്ദ് ജാത്തി എന്ന് പറഞ്ഞാല് ആവാസ് ശബ്ദം നിന്നു പോവുക എന്നുള്ള അർത്ഥം, ശബ്ദം പുറത്തേക്ക് വരാതെ നിൽക്കുക. കഹത്തീതി പറയുമായിരുന്നു, സുശാന്തോ ജൽദി ആവോ ഇസേ ബഗാവോ സുശാന്തോ ഓടി വരൂ, ഇതിനെ ഓടിക്കൂ എന്ന് പറയും. മേ ഉൻകെ സാത്ത് ഏക് സപ്താഹ് നഹീ ടിക് സകി എനിക്ക് ഉൻകെ സാത്ത് അവരോടൊപ്പം ഏക് സപ്താഹ് ഒരാഴ്ച, നഹീ ടിക് സകി ഒരാഴ്ച താമസിക്കാൻ കഴിഞ്ഞില്ല. അത് അവരോടൊപ്പം ഒരാഴ്ച തികച്ച് താമസിക്കാൻ കഴിഞ്ഞില്ല. पर कहते हैं ना जो वास्तव में भला होता है उसे भले लोग जरूर मिलते हैं. पर कहते हैं ना പക്ഷേ പറയാറില്ലേ, ജോ വാസ്തവമേ ബലാ ഹോത്തായ ആരാണോ വാസ്തവ യഥാർത്ഥത്തിൽ നന്മയുള്ളത്, നന്മയുള്ളവരാണ് ആരാണോ, ഉസേ ബലേ ലോക് സിരോർ മിലെ അവർക്ക് തീർച്ചയായും നല്ലവരെ ലഭിക്കും എന്ന് പറയാറില്ലേ. ഫലസ്വരൂപ് അതിൻ്റെ ഫലസ്വരൂപമായിട്ട്, മേരി ജിന്ദഗിമേം എൻ്റെ ജീവിതത്തിലേക്ക്, ശ്രീമാൻ ഫർഹാദ് ആഹിഗയെ എൻ്റെ ജീവിതത്തിലേക്ക് ആര് വന്നു? ശ്രീമാൻ ഫർഹാദ് വന്നു. कहते हुए चिपकली के चेहरे पर वैसी ही असीम शांति थी जैसी संगमरमर की मूर्तियों में होती है. അങ്ങനെ പറയുന്ന സമയത്ത് ചിപ്കലിയുടെ ചെഹരേപ്പർ മുഖത്ത് വൈസിഹി അതുപോലെയുള്ള അസീമ ശാന്തി അനന്തമായ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ജൈസി ഏതുപോലെ, സംഗമർമർ കി മൂർത്തിയോ മേ ഹോത്തി മാർബിൾ പ്രതിമകളിലുള്ളതുപോലെയുള്ള ഒരു ശാന്തി ആ സമയത്ത് ഫർഹാദിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ചിപ്കലിയുടെ മുഖത്ത് കാണാൻ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്.
ഓ ചിപ്പു മേ തുമാരാ ദർദ് സമജ് സക്താഹും. ഓ ചിപ്പു ഞാൻ നിന്റെ വേദന മനസ്സിലാക്കുന്നു എന്നാരാ പറയുന്നത്? ഗിർഗിറ്റ് പറയാണല്ലേ. കിത്തനി ദഫാ മേ ഖുദ് ഐസേ അനുഭവ മേ ഗുസരാ ഹേ ഗിർഗിറ്റ് ने कहा. എത്ര തവണ, കിത്തനി ദഫ എത്ര തവണ, മേം ഞാൻ, ഖുദ് സ്വയം, ഐസേ അനുഭവമേ ഇപ്രകാരത്തിലുള്ള അനുഭവത്തിലൂടെ ഗുസരാഹും കടന്നു വന്നിട്ടുണ്ട്. ഞാനും ഇതുപോലെയുള്ള ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്ന് പറയാണ് ആര്? ഗിർഗിറ്റ് പറയാണ്. ഗിർഗിറ്റിനെ എവിടെ കണ്ടാലും ആളുകൾ ഓടിക്കൂ അല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള അനുഭവങ്ങളിലൂടെ ഞാനും ഒരുപാട് തവണ കടന്നു പോയിട്ടുണ്ട് എന്ന് ഗിർഗിറ്റ് പറയുന്നു. सो अब मेरा इरादा श्रीमान फरहाद के घर में ही बच्चा गुच्चा जीवन गुजारने का है. അതുകൊണ്ട് അബ് ഇനി മേരാ ഇരാദ എൻ്റെ തീരുമാനം, മേരാ ഇരാദ എൻ്റെ തീരുമാനം, ശ്രീമാൻ ഫർഹാദ് കെ ശ്രീമാൻ ഫർഹാദിൻ്റെ ഗർമെ വീട്ടിൽ, ഹി തന്നെ, ബച്ചാ ഗുച്ചാ ജീവൻ ശേഷിച്ച ജീവിതം, ഗുസാർനേക്കാഹെ ചിലവഴിക്കാനാണ്. ഇനിയുള്ള ജീവിതം ആരുടെ കൂടെ ചിലവഴിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്? ശ്രീമാൻ ഫർഹാദിൻ്റെ കൂടെ ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ്. വിചാർ അച്ഛാ ഹേ ഗിർഗിറ്റ് പോലെ. അപ്പൊ ഗിർഗിറ്റ് പറയണ ആ ചിന്തയൊക്കെ നല്ലത് തന്നെ. അച്ഛാ ഹേന ആ നല്ലതല്ലേ എന്ന് ചോദിക്കുകയാണ്. വക്ത് മിലേത്തോ ആനാ കവി, നീ ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ വരണം. വക്ത് സമയം, മിലേത്തോ കിട്ടുകയാണെങ്കിൽ, കവി ആന ഇടയ്ക്ക് വരണം. കത്തേ ഹുയെ ചിപ്പുക്കലി ആകെ പെടുകി, അങ്ങനെ പറഞ്ഞുകൊണ്ട് ചിപ്പുക്കലി മുമ്പോട്ടേക്ക് നടന്നു. സരൂർ സരൂർ മുജേ തുംസേ മിൽനെ ആന അച്ഛാ ഹി ലഗക. സരൂർ സരൂർ തീർച്ചയായും തീർച്ചയായും, മുജേ തുംസേ എനിക്ക് നിന്നെ കാണാൻ വരുന്നത്, അച്ഛാ ഹി ലഗക നല്ല ഇഷ്ടമാണ്, ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു ഞാൻ നിന്നെ കാണാൻ വരുന്നത്, തീർച്ചയായും ഞാൻ വരും എന്ന് പറയുകയാണ്. ഹാത്ത് ഇലാത്തെ ഹുയെ ഗിർഗിറ്റ് ചിപ്പുക്കലിക്കോ ജാത്തെ ദേഖ്താ രഹ. കൈ ആട്ടിക്കൊണ്ട്, അതായത് ടാറ്റ കൊടുത്തുകൊണ്ട് ഗിർഗിറ്റ് കൈ വീശിക്കൊണ്ട് ഇങ്ങനെ ഗിർഗിറ്റ് ചിപ്പുക്കലി പോകുന്നത് നോക്കി നിൽക്കുകയാണ്. ചിപ്പുക്കലി നീം സരായ് കെ മക്കാൻ നമ്പർ 205 അല്ലേ, ഗേറ്റ് പർ പഹുഞ്ചി. ചിപ്പുക്കലി നീം സരായ് മക്കാന്റെ 205 നമ്പർ ഗേറ്റിലെത്തി. ദീവാർ പർ ചടി ചുമരിൽ കയറി. ആ സമയത്ത് സുനോ ആരോ വിളിക്കുകയാണ് അല്ലേ, സുനോ എന്ന് വിളിക്കുകയാണ്. ചിപ്പുക്കലിനെ ചാരോം ഓർ നസർ ഗുമാക്കർ ദേക്കാക്കി ആവാസ് കിദർസിയായി. ആവാസ് കിദർസിയായി പറഞ്ഞാൽ ശബ്ദം എവിടെ നിന്നാണ് വന്നത് അറിയാൻ വേണ്ടിയിട്ട് ചിപ്പുക്കലി എന്ത് ചെയ്തു? ചിപ്പുക്കലിനെ ചാരോമോർ ചുറ്റിലും, നസർ ഗുമാക്കർ ദേക്ക ചുറ്റിലും നോക്കി. നസർ ഗുമാക്കർ ദേക്കന പറഞ്ഞാൽ കണ്ണ് ചുറ്റി ഇങ്ങനെ നോക്കുക, അതായത് ചുറ്റിലും നോക്കുക, ചുറ്റിലും നോക്കി. അരേ ഓർ ഓപ്പർ എടോ മുകളിൽ, ഇതർ കോനേമേം ഇവിടെ മൂലയിൽ. ചിപ്പുക്കലിനെ കോനേമേം ദേഖത്തെ ഹുയേ കഹ. ചിപ്പുക്കലി മൂലയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. മേം തോ സോച്തി ദി നയേ ഘർ മേ മേം ഹി സബ്സേ പഹലെ പഹുഞ്ച് രഹി ഹൂം. ഞാൻ ചിന്തിച്ചിരുന്നു പുതിയ വീട്ടിൽ ഞാൻ ഏറ്റവും ആദ്യം എത്തുമെന്ന്. തും കബ് പഹുഞ്ചി നീ എപ്പോൾ എത്തി? മെനെ കൽ ഹി ഷിഫ്റ്റ് കിയാ ഹേ മക്കടീനെ കാ. ഞാൻ ഇന്നലെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മക്കടി പറഞ്ഞു. തോ ആർ കോൻ കോൻ ഹേ ഹാം. എങ്കിൽ പിന്നെ ആരൊക്കെയാണ് ഇവിടെ ഉള്ളത്? ചിപ്പുക്കലിനെ ചിപ്പുക്കലി ചോദിച്ചു. 10-15 മക്കിയാം ഓർ 100 കെ ആസ്പാസ് മച്ചർ. 10-15 ഈച്ചകളും 100-നോടടുത്ത് കൊതുകുകളും. മക്കടീനെ കഹ മക്കടി പറഞ്ഞു. ഹായ് ചിപ്പുക്കലി ने मक्खी मच्छरों की ओर हाथ हिलाते हुए कहा. ചിപ്പുക്കലി ഹായ് എന്ന് ആരോട് പറയാണ്? മക്കിയോടും. മക്കി പറഞ്ഞ ഈച്ചയോടും കൊതുകിനോടും ഹായ് എന്ന് പറയാണ്. കൈ ഇങ്ങനെ വീശിക്കൊണ്ട് ഹായ് പറയാണ് ചിപ്പുക്കലി. ഹാ ഹൂ ഹി ഹുയ് മക്കി മച്ചരോനെ കുച്ച് ഗബരായി സി ഹസി ഹസ്തേ ഹുയെ ജവാബ് ദിയ. എന്നാൽ ഈച്ചയ്ക്കും കൊതുകിനും പല്ലിയെ കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? പേടിയാണ് തോന്നിയത് അല്ലേ. പേടിച്ചോണ്ട് അവരെന്ത് പറഞ്ഞു? ഹാ ഹൂ ഹി എന്നൊക്കെ പറഞ്ഞു. ഔർ വഹി മുഹാവര ദോഹരായ. എന്നിട്ട് ആ ഹൂഹി എന്ന് പറയുകയും ചെയ്തു. അതോടൊപ്പം അവർ ആ മുഹാവര, ആ പഴഞ്ചൊല്ല് ആവർത്തിച്ചു. ദോഹരായ ആവർത്തിച്ചു. ഇൻസാനോമേ ഗാസ പ്രചലിത് ഹേ. പിന്നെ മനുഷ്യർക്കിടയിൽ പ്രധാനമായിട്ട്
കൂടുതലും പ്രചരിപ്പിക്കുന്ന മനുഷ്യർക്കിടയിലുള്ള ഒരു പഴഞ്ചൊല്ല് അവർ പറഞ്ഞു. ഹം ജഹാം ജാനാ ചാത്തേ ഹേ ഹമാരി ബദ് കിസ്മത്തി ഹംസേ പഹലെ വഹാം പഹുഞ്ച് ജാത്തി ഹേ. എന്താണ് അവർ പറഞ്ഞ പഴഞ്ചൊല്ല്? നമ്മൾ എവിടെ പോകാൻ ആഗ്രഹിക്കുന്നുവോ നമുക്ക് മുമ്പേ നമ്മുടെ നിർഭാഗ്യം അവിടെ എത്തിയിട്ടുണ്ടാകും എന്നവർ പറയാണ്. ബദ് കിസ്മത്തി പറഞ്ഞാൽ നിർഭാഗ്യം അവിടെ എത്തിയിട്ടുണ്ടാകും എന്ന് അവർ പറയുന്നു. ചിപ്കലീനെ ജാനെ കൈസേ സുൻ ലിയ. അവരിങ്ങനെ ചിപ്കലി കേൾക്കാൻ വേണ്ടി പറഞ്ഞതല്ല, പക്ഷേ ചിപ്കലി എങ്ങനെയോ അത് കേട്ടു. ചിപ്കലിനെ ജാനെ കൈസേ സുൻ ലിയ. ചിപ്കലി അത് എങ്ങനെയോ കേട്ടു. മച്ചരോക്കോ സുനാത്തെ ഹുയെ മക്കടീസേ കാനെ ലഗി. അപ്പോൾ ചിപ്കലി കൊതുകുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് മക്കടിയോട് പറയാൻ തുടങ്ങി. ചിപ്കലി ചിലന്തിനോട് പറയാണ്. कुछ लोग गुद तो लोगों का खून की पिएं और दूसरों के चाहें कि वे शाकाहारी रहे. കുറച്ച് ആളുകൾ സ്വയം ആളുകളുടെ രക്തം കുടിക്കും, എന്നിട്ട് ദൂസരോസെ ചാഹെങ്കി ശാകാഹാരി രഹേ. മറ്റുള്ളവരിൽ അവരെങ്ങനെയാണ് ജീവിക്കുന്നത്? സസ്യാഹാരികളായിട്ട് ജീവിക്കുന്നു. വാരേ ജമാനെ, എന്തൊരു കാലം എന്ന് പറയുകയാണ്. നയേ മക്കാൻ കി നയി സഫേദ് ജഗ് ദീവാർ മേ പുത്തായി കി പപ്പടി മേ സെ സിർ നികാൽത്തെ ഹുയെ കാലി ചിംട്ടിനെ കഹ. കാലി ചിംട്ടി എന്ന് പറഞ്ഞാൽ കറുത്ത ഉറുമ്പ്. കറുത്ത ഉറുമ്പ് എന്താണ് പറഞ്ഞത്? कुछ लोग तो लोगों का खून पिए और दूसरों के शाकाहारी. നയേ മക്കാൻ കി, നയേ മക്കാൻ എന്നാൽ പുതിയ കെട്ടിടം. പുതിയ കെട്ടിടത്തിൻ്റെ നയി സഫേദ് പുതിയ വെള്ള ജക്ക് ദീവാർ എന്ന് പറഞ്ഞാൽ ചമക്താർ തിളങ്ങുന്ന, ജക്ക് ദീവാർ തിളങ്ങുന്ന ചുമര്. പുതിയ കെട്ടിടമാണല്ലോ, അപ്പം ആ തിളങ്ങുന്ന ചുമരിൻ്റെ പുത്തായി കി പപ്പടിമേ. പുത്തായി എന്ന് പറഞ്ഞാൽ ലേപനം ചെയ്ത എന്ന് പറഞ്ഞാൽ പെയിൻ്റൊക്കെ അടിച്ചിട്ടുള്ള ചുമരാണ്. ആ ചുമരിൻ്റെ പുത്തായിക്ക് പപ്പടിമേം സേ, അതിൽ നിന്നും, പപ്പടി എന്ന് പറഞ്ഞാൽ ആ ചുമരിൽ നിന്നും എന്നാണ് പറയുന്നത്. പെയിൻ്റ് അടിച്ച പുതിയ ചുമരുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ നിന്നും തല പുറത്തേക്ക് ഇട്ടിട്ട് കാലി ചിംട്ടിനെ കഹ, കറുത്ത ഉറുമ്പ് പറയുകയാണ്. ആപ്പ് ലോഗ് ഇത്തനി തേസ് ആവാസ് മേ ബാത്ത് കർ രഹേ ഹോ കി. നിങ്ങളെല്ലാവരും ഇത്രയും ഉച്ചത്തിൽ സംസാരിക്കുന്നത് കൊണ്ട് മേരെ ബച്ചെ, എൻ്റെ കുട്ടികൾ സോനേക്കെ ബജായി, ഉറങ്ങുന്നതിന് പകരം കറവട്ട് ബദൽ രഹേ ഹേ, തിരിഞ്ഞും മറിഞ്ഞു കിടക്കുകയാണ്. അവർക്ക് ഉറങ്ങാൻ കഴിയാതെ നിങ്ങളുടെ സംസാരം കേട്ടിട്ട് സൗണ്ട് കാരണം അവർ തിരിഞ്ഞും മറിഞ്ഞും കളിക്കുകയാണ്, ഉറങ്ങുന്നില്ല എന്ന് പറയാണ് അല്ലേ. ഓ മാഫ് കർണ, ഓ ക്ഷമിച്ചാലും ചിപ്കലീനെ മക്കടിക്ക് തരം സവാലിയ അങ്കോസെ. സവാലിയ അങ്കം പറഞ്ഞാൽ ചോദ്യക്കണ്ണുകളോടെ മക്കടിയെ നോക്കിക്കൊണ്ട് ചിപ്കലി ചോദിക്കുകയാണ്. അത് ആരാണ് എന്ന ചോദ്യക്കണ്ണുകളോടെ മക്കടിയെ നോക്കിക്കൊണ്ട് ചിപ്കലി എന്താ പറഞ്ഞത്? ഓ മാഫ് കർണ, ഓ ക്ഷമിച്ചാലും എന്ന് പറയാണ്. അപ്പോൾ അതിന് മറുപടിയായിട്ട്, ചോദ്യക്കണ്ണുകളോടെ നോക്കിയല്ലോ, അതിന് മറുപടിയായിട്ട് പതാനഹിം, അറിയുകയില്ല, കബ് സേ രഹ്രഹി, എപ്പോൾ മുതലാണ് താമസമാക്കിയതെന്ന് എനിക്ക് അറിയുകയില്ല എന്ന് ആര് പറയാണ്? മക്കടി പറയാണ്. മേം ബി പഹലി ബാർ ഹി ദേഖ് രഹി ഹും, ഞാൻ തന്നെ ആദ്യമാണ് കാണുന്നത്, ഞാൻ തന്നെ ഇവിടെ വന്നിട്ട് ആദ്യം കാണുകയാണ്, എപ്പോഴാണ് അവർ വന്ന് താമസമാക്കിയതെന്ന് എനിക്കറിയുകയില്ല എന്ന് മക്കടി ഫുസാത്തെ ഹുയെ കഹ, പിറുപിറുത്തുകൊണ്ട് പറഞ്ഞു. ചായ് തയ്യാർ ഹേ, ചായ തയ്യാറായിട്ടുണ്ട്. और मैं पड़ोसी होने के नाते पहली मुलाकात के मौके पर, ഞാൻ അയൽക്കാരിയായത് കാരണം പഹലി മുലാഖാത്ത് കെ മൗക്കെ പർ, ആദ്യ കൂടിക്കാഴ്ചയുടെ അവസരത്തിൽ ആപ്പ് ദോനോക്കോ, നിങ്ങളെ രണ്ടുപേരെയും ഏക് സാത്ത് ഒന്നിച്ച് ബുലാലിഹിയും വിളിക്കുന്നു. തതയ്യ പറയാണ്. തതയ്യ പറഞ്ഞാൽ കടന്നലാണ്. കടന്നൽ പറയാണ് ചായ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അയൽക്കാരെ വിളിക്കുകയാണ്. ഞാനൊരു അയൽക്കാരനായത് കാരണം നിങ്ങളുടെ ആദ്യ കൂടിക്കാഴ്ചയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്, ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾ ചായ കുടിക്കാൻ വരൂ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. मकड़ी और छिपकली को खिड़की के पर्दे के पीछे तदैया के यहाँ आकर अच्छा ही लगा. മക്കടിക്കും ചിപ്പുകലിക്കും ഗിഡ്കിക്ക് പർദ്ദ, ജനലിൻ്റെ കർട്ടന് പിന്നിലുള്ള തതയുടെ വരവ്,
ജനലിന്റെ കർട്ടന് പിന്നിലാണ് തതയ്യ താമസിക്കുന്നത് അല്ലേ. ആ തതയ്യ അവിടെ നിന്ന് വന്നു അവരെ ചായ കുടിക്കാൻ വിളിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പറക്കുമല്ലോ. ആ പറന്നു വന്നത് അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, അവർക്ക് നല്ല രസമായിട്ട് തോന്നി. അവർ കോൻ കോനിയെ യഹാം ചിപ്കലി ബോലി. പിന്നെ ആരൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്ന് ചിപ്കലി ചോദിക്കുകയാണ്. ചിപ്കലിക്ക് വീണ്ടും വീണ്ടും ഇവിടെ ഫർഹാദ് ഉണ്ടോ എന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയാണ് അല്ലേ. സ്യാദാദർസേ തും മിൽഹി ചുക്കി ഹോ. അപ്പോൾ തതയ്യ പറയാണ്, കൂടുതൽ പേരെയും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. സ്യാദാദർ പറഞ്ഞ കൂടുതൽ പേരെയും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇൻകെ അലാവ, ഇതുകൂടാതെ ഏക് തോ ചൂഹാ ഹെ, ഒരു എലിയുണ്ട്. ലേക്കിൻ വോ പൂരേ സമയം നഹി രഹ്താ ഹെ, പക്ഷേ അവർ പൂർണ്ണ സമയത്തും എല്ലാ സമയത്തും ഇവിടെ ഉണ്ടായിരിക്കുകയില്ല. ആത്താ ജാത്താ രഹ്താ ഹെ, വരികയും പോവുകയും ചെയ്യും. കബി കബി ഏക് ദോ യാ തീൻ ദിൻ കെ ലിയെ ഗായബ് ബി ഹോ ജാത്താ ഹെ. ഇടയ്ക്ക് 1-2 ദിവസത്തേക്ക് അതിനെ കാണാനും ഉണ്ടാവുകയില്ല. ഗായബ് പറഞ്ഞ നഷ്ടം, കാണാനുണ്ടാവില്ല. ക്യാ കാം കർത്താ ഹേ വഹ്, എന്ത് ജോലിയാണ് അവൻ ചെയ്യുന്നത്. സുനാ ഹേ പത്രക്കാർ ഹേ, പത്രകാരനാണെന്ന് കേട്ടിട്ടുണ്ട്. തബി ഉസ്കെ അലാവ കോയി ഓർ, അതിനെ കൂടാതെ മറ്റാരെങ്കിലും. നെഹി ആർ കോയി ബി നെഹി ഹെ, ഇല്ല മറ്റാരും ഇവിടെ ഇല്ല. ചിടിയാമ്പി ആത്തി ഹേ വൈസേ ദിൻ മേം, പക്ഷികൾ വരാറുണ്ട്, പക്ഷെ അതെപ്പോഴാണ്, പകൽ സമയങ്ങളിൽ. ലേക്കിൻ ഷാം കോ ചലി ജാത്തി ഹെ, വൈകുന്നേരം പോകും. ഏക് ഗിൽഹരി ഹെ, ഒരണ്ണാനുണ്ട്. വോ ഷഹർ രഹത്തി ഹെ, അത് പട്ടണത്തിലാണ് താമസിക്കുന്നത്. അന്തർ രഹ്നെ വാലെ കേവൽ ഹം ഹി ഹെ, അകത്ത് താമസിക്കുന്നവർ കേവലം നമ്മളൊക്കെ തന്നെയേ ഉള്ളൂ. और श्रीमान फरहाद, അപ്പോൾ ശ്രീമാൻ ഫർഹാദ് ചിപ്കലിനെ തതയ്യ और മക്കടി दोनों की ओर देखते हुए पूछा. ചിപ്കലി കടന്നലിനും മക്കടിക്കും രണ്ടുപേർക്കും നേരെ നോക്കിക്കൊണ്ട് ചോദിച്ചു. കടന്നലിൻ്റെയും ചിലന്തിയെയും നേരെ നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീമാൻ ഫർഹാദ് എന്ന് ചോദിക്കുകയാണ്, ക്യാ തും ഉൻകി ബാത്ത് കർ രഹി ഹോ, നീ അയാളെ കുറിച്ചാണോ പറയുന്നത്. ജോ, യാതൊരാളാണോ ശരീർ പർ സെ, ശരീരത്തിൽ നിന്ന്, ഏക് തരക്കെ, ഒരു തരത്തിലുള്ള, കപ്പടെ ഉദാർക്കർ, വസ്ത്രം അഴിച്ചിട്ട്, ദൂസരി തരക്കെ, മറ്റൊരു തരത്തിലുള്ള, കപ്പടെ പഹൻതെ രഹത്തെ ഹെ, വസ്ത്രം ധരിക്കുന്നത്. നീ അയാളെ കുറിച്ചാണോ പറയുന്നത്. ഒരു വസ്ത്രം ധരിച്ച് അഴിച്ചു മാറ്റി മറ്റൊരു വസ്ത്രം ധരിക്കുന്ന അയാളെ കുറിച്ചാണോ നീ പറയുന്നത്. പർ വോ തോ കേവൽ രാത് മേ രഹ്നെ കെ ലിയെ യഹാ ആത്തെ ഹെ, പർ പക്ഷേ, വോ തോ അദ്ദേഹം, കേവലം, രാത് മേ രാത്രി, രഹ്നെ കെ ലിയെ താമസിക്കാൻ വേണ്ടി, യഹാം ആത്തെ ഹെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ്, അദ്ദേഹം കേവലം രാത്രി താമസിക്കാൻ വേണ്ടി മാത്രമാണ് അയാൾ വരുന്നത്. ഉസ്മേം ബി ജ്യാദാതർ സമയം സോനെ രഹത്തെ, അതിൽ തന്നെ കൂടുതൽ സമയം എന്താ ചെയ്യുക, സോയ രഹത്തെ, ഉറങ്ങുകയാണ് ചെയ്യുക. ദോടി ദീർഘലിയ ജാഗത്തെ ഹത്തോ, കുറച്ച് സമയത്തേക്ക് ഉണർന്നിരിക്കുകയാണെങ്കിൽ തന്നെ എന്താണ് ചെയ്യുന്നത്, കിതാബ് ഉടാക്കർ പഠനെ ലഘുജാത്ത, പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങും. സച്ച് പൂച്ചോ തോ വേ ബഹുത്ത് ദോടി സി ജഗഹ് ലേത്തെ ഉസ് മക്കാൻ മേം, സത്യം പറയുകയാണെങ്കിൽ വളരെ കുറച്ചു സ്ഥലം മാത്രമേ അയാൾ ഈ കെട്ടിടത്തിൽ എടുക്കുന്നുള്ളൂ. ഹമാരി തര ദീവാരോ, നമ്മളെപ്പോലെ ചുമരുകൾ, ഗിഡ്കിയോം, ജനല്, യാ ചത്ത്, ടെറസ്, ഉൻകാ ഗാസ് ലേനാ നഹി ഹെ, അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് ആ സ്ഥലങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. അദ്ദേഹത്തിന് ഏതൊക്കെയാണ്, ചുമര്, ജനല്, ടെറസ്, അതൊന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല എന്ന് പറയാണ്. ഗാസ് ക്യാ, ഉൻകാ തോ കുച്ച് ഭി ലേനാ ദേനാ നഹി ഹെ, ലഡ്കി മക്കടി കോ ബഹുത്ത് കം സമയ മേ ഹി യഹ് ബാത്ത് സമജ് ആ ഗയി ഹെ, ഇസ്ലിയെ സോർ സെ ദേക്കർ ബോല. കുറച്ച് സമയം കൊണ്ട് തന്നെ മക്കടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മക്കടി എന്ത് ചെയ്തു, ആ മക്കടി സോർ ദേക്കർ ബോലി, ഊന്നൽ നൽകിക്കൊണ്ടാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്, ഗാസ് ക്യാ, എന്താണ് പ്രത്യേകത, ഉൻകാത്തോ കുച്ച് ബി ലേനാ ദേനാ നഹി, അയാൾക്ക് പ്രത്യേകതയുണ്ട്. ഉൻകാത്തോ കുച്ച് ബി ലേനാ ദേനാ നഹി.
അദ്ദേഹത്തിന് ആ കെട്ടിടത്തിൽ വളരെ കുറച്ച് സ്ഥലം മാത്രമേ എടുക്കുന്നുള്ളൂ, ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് വരുന്നത് എന്ന കാര്യമൊക്കെ മക്കടി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മക്കടി ഊന്നൽ നൽകിക്കൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അല്ലേ. चाय के बाद अपने अपने ठिकानों की ओर रुक जाने करने के पहले मकड़ी छिपकली और तदैया ने एक दूसरे को अपने अपने पते बताए. ചായയ്ക്ക് ശേഷം തങ്ങളുടേതായിട്ടുള്ള താമസ സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് മക്കടിയും ചിലന്തിയും തതയ്യയും ഒരാൾ മറ്റൊരാൾക്ക് അപ്പനെ അപ്പനെ പതേ പതായ സ്വന്തം അഡ്രസ്സുകൾ പറഞ്ഞു കൊടുത്തു. ദേർ രാത്ത് ശ്രീമാൻ ഫർഹാദ് ആയി. അങ്ങനെ കുറേ നേരം വൈകിട്ട് ശ്രീമാൻ ഫർഹാദ് വന്നു. ഉन्होंने दो कमरे, അദ്ദേഹം 2 റൂമുകൾ, किचन और बरामदे वाले अपने नए मकान में हर जगह की ലൈറ്റ് ജലായി. അദ്ദേഹം വന്ന ഉടനെ എന്ത് ചെയ്തു? 2 റൂമും അതുപോലെ തന്നെ കിച്ചണും ബരാന്തയും മുതലുള്ള എല്ലാ സ്ഥലങ്ങളിലെയും ലൈറ്റ് അദ്ദേഹം തെളിയിച്ചു. ഗാന ബനാക്കർ ഗായ, ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു. പാനി പിയ, വെള്ളം കുടിച്ചു. മച്ചർദാനി ലഗായി, കൊതുക് വല വിരിച്ചു. ഓർ ലൈറ്റ് ബുജാക്കർ സോഗയെ, ലൈറ്റ് അണച്ച് ഉറങ്ങാൻ കിടന്നു. സോത്തേ ഹി ഉന്നെ സപ്നെ ആന, ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് സ്വപ്നം കണ്ടു. സ്വപ്നെ ആന ശുരു ഹോ ജാത്താ ഹെ, സ്വപ്നം കാണാൻ തുടങ്ങിയിരുന്നു. അദ്ദേഹം ഉറങ്ങാൻ കിടന്നപ്പോൾ അദ്ദേഹം സ്വപ്നം കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഉൻകെ സപ്നെ മേ ചൽ രഹാ ഹെ, അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ എന്താണുള്ളത്? സ്വപ്നത്തിൽ നടക്കുന്ന കാര്യം ചൽ രഹാദാക്കി ബുഖാരി മേ രഗി പുരാനി മടക്കി മേ, അദ്ദേഹം സ്വപ്നത്തിൽ കാണുകയാണ്. ബുഖാരി മേ രഗി, ബുഖാരി എന്ന് പറഞ്ഞാല് നെരിപ്പോടിൽ വെച്ചിട്ടുള്ള ചെറിയ മടുക്കി മൺകുടം, ചെറിയ മൺകുടത്തിൻ്റെ അരികിലായിട്ട് ചിപ്പുക്കലി അണ്ടേ ദിയെ, ചിപ്പുക്കലി മുട്ടയിട്ടിരിക്കുന്നതാണ് കണ്ടത്. കമരോക്കെ പീച്ചെ ഗാലറിക്ക് കോനേമേ, റൂമിൻ്റെ പിന്നിലായിട്ട് ഗാലറിയുടെ മൂലയിൽ മക്കടീനെ ബഹുത്ത് ബടാ ജാല, മക്കടി വലിയൊരു വല കെട്ടിയതായിട്ടും അദ്ദേഹം സ്വപ്നത്തിൽ കാണാണ്. बहुत बड़ा जाला कर लिया है जिसमें कुछ मक्खियाँ सुगाई हुई है, അതിൽ കുറച്ച് ഈച്ചകൾ ഉണങ്ങി കിടക്കുന്നുണ്ട്. ഫർഹാദ് ഉസ് ജാലെ കാ ഫോട്ടോ ക്ലിക്ക് കർ രഹി ഹെ, ഫർഹാദ് ആ വലയുടെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നു. വേ ബഹുത്ത് ഖുഷ് ഹെ കി നയേ ഘർ മേ ഉൻകാ പരിവാർ ബഡ് രഹാ ഹെ ഓർ സബി ഖുഷ് ഹെ, അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നു. അദ്ദേഹത്തിന്റെ പുതിയ വീട്ടിൽ അംഗസംഖ്യ വർദ്ധിക്കുന്നതിനാൽ അദ്ദേഹം വളരെ സന്തോഷത്തിലായിരുന്നു. വേ സപ്പനെ ദേഖ്തേ ദേഖ്തേ ഹി ജാഗ് ജാത്തെ, അദ്ദേഹം സ്വപ്നം കണ്ട് കണ്ട് ഉണർന്നു പോകുന്നു. സുബഹ് ജാഗെ, രാവിലെ അദ്ദേഹം ഉണർന്നു. പലങ്ക് കെ നീച്ചെ രഗി ചപ്പലും, അദ്ദേഹത്തിന്റെ കട്ടിലിന് താഴെ വെച്ചിട്ടുണ്ടായിരുന്ന ചെരുപ്പുകൾ. ചപ്പലോമേ പയർ ദിയെ, ചെരുപ്പുകളിൽ അദ്ദേഹം കാല് വെച്ചു. തോ എങ്കിൽ, ഉനെ ഗുദ്ഗുദി ഹുയി, അദ്ദേഹത്തിന് ഇക്കിളി ഉണ്ടായി. ഉനോനെ ദേക്കാക്കി, അദ്ദേഹം കണ്ടു. തീൻ നന്നി വേണ്ടക്കിയ, 3 ചെറിയ തവളകൾ. ചപ്പൽ പർ ഏക് ദൂസരെ സെ സട്ടി ബട്ടി ഹെ, ചെരുപ്പിൽ ഒന്ന് മറ്റൊന്നിനോട് ഒട്ടിയിരിക്കുന്നതായിട്ട് കണ്ടു. ഉനോനെ ചപ്പൽ കോ ആഹിസ്തേ സെ ഉടായി, അദ്ദേഹം ചെരുപ്പ് വളരെ പതുക്കെ എടുത്തു. तीनों मेंढकियों को दूसरे हाथ की हथेली पर ले लिया, 3 തവളക്കുഞ്ഞുങ്ങളെയും മറുകൈയിലെ ഉള്ളം കൈയിൽ വെച്ചു. ഉൻകി ഹത്തേലി പർ വേ കിസി 3 പങ്കുടിയാം ഉൻകി ഹത്തേലി പർ, അദ്ദേഹത്തിന്റെ ഉള്ളം കൈയിൽ, കിസി 3 പങ്കുടിയാം വല, ഏതോ 3 ഇതളുകളുള്ള ഹരേ പുൽക്കി തര, പച്ചപ്പൂവിനെ പോലെ തോന്നി. ആ തവളക്കുഞ്ഞുങ്ങളെ 3 ഇതളുള്ള പച്ചപ്പൂ പോലെയാണ് തോന്നിയത്. वे कुल देर उन्हें हथेली पर लिए बाहर हवा में टहलने लगे. वे तब तक टहलते रहे जब तक कि वे तीनों एक कर कूद न गई. ഈ തവളക്കുഞ്ഞുങ്ങൾ ഓരോന്നായിട്ട് ചാടിപ്പോവാതെ എത്ര സമയമാണോ അദ്ദേഹത്തിന്റെ കയ്യിലിരുന്നത് അത്രയും സമയം അദ്ദേഹം തവളക്കുഞ്ഞുങ്ങളെയും കൊണ്ടിട്ട് മുറ്റത്ത് കാറ്റിൽ ഉലാത്താൻ തുടങ്ങി. जब वे घर में खेलने लगी वे आईने के सामने खड़े होकर मुस्कुराने लगे. എപ്പോഴാണോ അവർ വീട്ടിൽ കളിക്കാൻ തുടങ്ങിയത്, താഴെ ചാടിയിട്ട് കളിക്കാൻ തുടങ്ങിയത്, വേ ആയിനേക്ക് സാമനെ ഖഡേ ഹോക്കർ, അദ്ദേഹം ആ കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് പുഞ്ചിരിച്ചു. തബിയുനെ ആയിനേമേ ചിപ്പുക്കലി ദിഖി, അപ്പോൾ അദ്ദേഹം ആ കണ്ണാടിയിലൂടെ ആരെ കണ്ടു? കണ്ണാടിയിൽ ചിപ്പുക്കലിയെ കണ്ടു.
നയേ ഘർ മേം ഉൻ ദോനോ കി യഹ് പഹലി മുലാഖാത്ത് ഥി. പുതിയ വീട്ടിൽ അവരുടെ രണ്ടുപേരുടെയും ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു അത്. അത്രയാണ് നമ്മുടെ ഘർ എന്ന കഹാനി വരുന്നത്. എല്ലാവരും ചാപ്റ്റർ ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഘർ എന്ന കഹാനിയുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്ത് പഠിക്കുക. ഹിന്ദി വിന്നറിൽ നിങ്ങളുടെ എല്ലാ ക്ലാസ്സുകളും ലഭിക്കുന്നതാണ്. പ്ലേ ലിസ്റ്റിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ എടുത്തിട്ട് പഠിക്കാം. നിങ്ങൾ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ.